സഭയിൽ നിന്ന് നാടകീയ രംഗങ്ങളാണ് അരങ്ങേറിയത്. പിണറായി സർക്കാരിന്റെ സൂര്യോദയ ബജറ്റ് എന്ന് അവകാശപ്പെടുന്ന ബജറ്റിൽ നടന്ന ചർച്ചയിൽ ഇന്നത്തെ പ്രതിസന്ധിക്ക് കാരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് മാത്യു കുഴൽനാടൻ തന്റെ പ്രസംഗം ആരംഭിച്ചത്. എന്നാൽ സർക്കാരിന്റെ ചില അഴിമതി കഥകൾ പറഞ്ഞു തുടങ്ങുമ്പോഴേക്ക് സ്പീക്കർ ഇടപെട്ടുകൊണ്ട് മാത്യുവിന്റെ മൈക്ക് ഓഫാക്കുകയായിരുന്നു. അനുമതി നിഷേധിച്ചതോടെ രമേശ് ചെന്നിത്തലയും ഇടപെട്ടു. പക്ഷേ സ്പീക്കർ മാത്യു കുഴൽനാടനെ തുടരാൻ അനുവദിച്ചില്ല. ആ വീഡിയോ ദൃശ്യങ്ങളിലേക്ക്. സർ, ഈ ബഡ്ജറ്റിൻ്റെ പ്രപ്പോസൽസിനെ ഞാൻ എതിർക്കുകയാണ്. കാരണം ഈ സൂര്യോദയ ബഡ്ജറ്റ് എന്നൊക്കെ പറഞ്ഞെങ്കിലും കേരളത്തിൻ്റെ ഇന്നത്തെ പ്രതിസന്ധി അല്ലെങ്കിൽ ഇന്ന് നേരിടുന്ന പ്രതിസന്ധിയെ തരണം ചെയ്യാൻ കഴിയുന്ന അല്ലെങ്കിൽ അതിജീവിക്കാൻ കഴിയുന്ന ക്രിയാത്മകമായ പ്രപ്പോസൽസ് ഈ ബഡ്ജറ്റിലില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇന്ന് ഈ ബഡ്ജറ്റ് വന്നതിന് ശേഷം ട്രഷറി ബെഞ്ചസിൽ നിന്ന് തന്നെ വിവാദമായ പല പ്രതികരണങ്ങളും ഉണ്ടായി. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് നമ്മൾ കണ്ടത്, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അവർ ഇതുമായി ബന്ധപ്പെട്ട് വിദേശ സർവകലാശാലകളെ കേരളത്തിലേക്ക് ക്ഷണിക്കുന്നതിനെ സംബന്ധിച്ച് നയപരമായ തീരുമാനമില്ല എന്ന് പറയണ്ടായി. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും കണ്ടു കാണും, സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലായ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. ആ ഫോട്ടോ ഒരു ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കുന്ന അല്ലെങ്കിൽ അതിന് ശേഷമുള്ള ഫോട്ടോയാണ്. നിങ്ങൾക്കൊക്കെ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. CPM എറണാകുളം ജില്ലാ സെക്രട്ടറി അദ്ദേഹത്തിൻ്റെ മകളുടെ ബിരുദദാന ചടങ്ങിൻ്റെ കോൺവൊക്കേഷൻ സെറമണി കഴിഞ്ഞിട്ട് അവർ കുടുംബസമേതം UK ഇംഗ്ലണ്ടിൽ വെച്ച് എടുത്ത ഫോട്ടോയാണ്. ഞാൻ ഓർത്തുപോവുകയാണ്, ഞാൻ KSU ഒക്കെ ആയിരുന്ന സമയത്ത് SFIയുടെ സമരങ്ങളും പോരാട്ടങ്ങളും അങ്ങ് സ്പീക്കർ സാർ അങ്ങടക്കം നടത്തിയിട്ടുള്ള സമര പോരാട്ടങ്ങൾ, ആ സമയത്ത് വിദ്യാഭ്യാസ മേഖലയെ അല്ലെങ്കിൽ സ്വകാര്യവൽക്കരിക്കുന്നതിനെതിരെ ഒക്കെ വലിയ സമരം നടത്തി ഒരു തലമുറയെ മുഴുവൻ ജയിലിൽ അയച്ച് വലിയ സംഘർഷപരമായ സമരങ്ങളുണ്ടായ കലാലയങ്ങൾ അടച്ച് വിദ്യാഭ്യാസം മുടക്കി സമരമെല്ലാം ചെയ്ത ഒടുവിൽ CPMൻ്റെ ജില്ലാ സെക്രട്ടറിയുടെ മകൾ യോർക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബിരുദം വാങ്ങി നിൽക്കുമ്പോൾ കോട്ടും സൂട്ടും ഇട്ട് തൊട്ടടുത്ത് അഭിമാനത്തോടു കൂടി നിൽക്കുന്ന CPM ജില്ലാ സെക്രട്ടറിയെ നമുക്ക് കാണാൻ കഴിയും. വളരെ നല്ല കാര്യമാണ്. ഞാനതിനെ നിഷേധിക്കുന്നില്ല. മക്കളെയൊക്കെ നല്ല നിലയിൽ പഠിപ്പിക്കണം, നല്ല യൂണിവേഴ്സിറ്റി നല്ല കോളേജിലുമൊക്കെ അയക്കണം. പക്ഷേ ഏതാനും നാൾ മുമ്പ് അദ്ദേഹം ഒരു പത്രസമ്മേളനം നടത്തി എനിക്കെതിരെ ചില ആരോപണങ്ങൾ പറഞ്ഞിരുന്നു. എനിക്കെതിരെ പറഞ്ഞ ആരോപണങ്ങൾ എന്ന് പറയുന്നത്, എൻ്റെ വരുമാനത്തിൻ്റെ സ്രോതസ് അന്വേഷിക്കണം, എൻ്റെ വരുമാനത്തിൻ്റെ ഉറവിടം അന്വേഷിക്കണം, വരുമാനത്തിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണം, ക്രമവിരുദ്ധമായ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിനെതിരെ ഞാൻ പറഞ്ഞത് CPM പരിശോധിക്കണമെന്ന് പറഞ്ഞു, നിങ്ങളുടെ നേതാക്കന്മാരുടെ ഇന്നത്തെ അവസ്ഥയെ സംബന്ധിച്ച്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ ഓരോ രൂപ ചെലവഴിക്കുന്നതിനും പാർട്ടിക്ക് കണക്കുണ്ട്, പാർട്ടി പരിശോധിച്ചാണ് ഞങ്ങളെല്ലാം ചെയ്യുന്നത്. സ്വാഭാവികമായിട്ട് ഈ മകളുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യവും CPM പരിശോധിച്ചിട്ടുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അതുകൊണ്ടാണല്ലോ നിങ്ങളൊക്കെ അംഗീകരിച്ച് കൈയടിച്ച് നിൽക്കുന്നത്. CPM ജില്ലാ സെക്രട്ടറിയുടെ മകൾക്ക് യോർക്ക് യൂണിവേഴ്സിറ്റിയിൽ ഉന്നത പഠനം നടത്തി തിരിച്ചു പോരാൻ ഞാൻ അതിൻ്റെ അടിയിൽ പല ഫേസ്ബുക്ക് കുറിപ്പുകളും പലരും നാട്ടിലുള്ളവർ എഴുതുന്ന കണ്ടു. കഴിഞ്ഞ കാലങ്ങളിൽ എന്ത് തൊഴിൽ ചെയ്തിട്ടാണ് ഈ പണം സമ്പാദിച്ചതെന്നൊക്കെ ഞാൻ ആ ചോദ്യം ഉന്നയിക്കാൻ ആഗ്രഹം. പക്ഷെ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും. പക്ഷെ ആ കസേരയിൽ ഇതിന് മുമ്പിരുന്നൊരു മനുഷ്യനുണ്ടായിരുന്നു. ഞാനടക്കമുള്ള കോൺഗ്രസ്സുകാർക്ക് പോലും ബഹുമാനം തോന്നിയിട്ടുള്ള ഒരാളുണ്ടായിരുന്നു ആ കസേരയിൽ. മെലിഞ്ഞൊട്ടിയ ശരീരം, കുഴിഞ്ഞ കണ്ണുകൾ, വളരെ പ്രായം ചെന്ന പരിണതപ്രജ്ഞനായിരുന്ന ഒരാൾ ആ പാർട്ടി ഓഫീസിൻ്റെ ബെഞ്ചിൽ കടന്നുറങ്ങിയിരുന്നു. അദ്ദേഹം വളരെ പവർഫുള്ളായിരുന്നു. പാർട്ടി അധികാരത്തിലിരിക്കുമ്പോഴും അല്ലാത്തപ്പോഴും വളരെ പവർഫുള്ളും ആളുകൾക്ക് വളരെ ബഹുമാന്യമായിരുന്നു. AP വർക്കി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം നമ്മളൊക്കെ പറഞ്ഞ പോലെ കണ്ടിട്ടുള്ള പോലെ രണ്ട് കൈയും ഒന്നുമില്ലാതെ വീട്ടിലേക്ക് രാഷ്ട്രീയ പ്രവർത്തനം നടത്തി മടങ്ങിപ്പോയ ആളായിട്ടാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇന്നത്തെ CPM എന്ന് പറയുന്നതിൻ്റെ വ്യത്യാസം ആ AP വർക്കിയിൽ നിന്നും CN മോഹനിലേക്കുള്ള മാറ്റമാണ് ഇന്നത്തെ CPM എന്ന പാർട്ടിയുടെ മാറ്റം. ഞാൻ ഇന്ന് അങ്ങയുടെ അനുമതി ചോദിച്ച് ഇന്ന് CPM നടക്കുന്ന കാര്യങ്ങളുടെ ഒരു അടുത്ത രൂപം, ഈ ഒരു അഴിമതിയുമായി ബന്ധപ്പെട്ട വിഷയം ഈ സഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനുള്ള അനുമതി ചോദിച്ചിരുന്നു. ഞാൻ ആ വിഷയം ഒന്ന് അവതരിപ്പിക്കാന്ന് വിചാരിക്കുകയാണ്. മറ്റൊന്നും അത് ഡിനൈ ചെയ്തിരിക്കുന്നു. ചെയർ അനുമതി തരില്ല എന്ന് പറഞ്ഞതാണ്. നിങ്ങൾ ഉന്നയിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം മൈക്രോഫോൺ ഓഫ് ചെയ്യും. ബഹുമാനപ്പെട്ട അംഗത്തിന്റെ മൈക്രോഫോൺ ഓഫ് ചെയ്യും. വളരെ ക്ലിയറായി ചെയർ പറഞ്ഞ കാര്യമാണ്.
രേഖകൾ ഹാജരാക്കണം. ഹാജരാക്കിയ രേഖകളിൽ ചെയർ തൃപ്തനല്ല. സോ ഐ കാണ്ട് അലൗ. സോറി മാത്യു കോയൽനടൻ, സോറി. I can't allow to raise the allegation in this floor. Sorry. I can't allow this allegation in this floor. Sorry. Yes. If you can speak up. സംസാരിക്കണം. No. Yes. ഇദ്ദേഹത്തിന് മൈക്രോഫോൺ കൊടുക്കുക. നിയമസഭാ ചട്ടങ്ങൾ ഇത് സംബന്ധിച്ച് വ്യക്തമായ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഏതൊരംഗത്തിനും ഈ നിയമസഭയിൽ ആർക്കെതിരായിട്ടും അഴിമതി ആരോപണമോ മറ്റേതെങ്കിലും ആരോപണമോ എഴുതി കൊടുത്താൽ ഉന്നയിക്കാൻ അധികാരമുണ്ട്, അവകാശമുണ്ട്. അത് കീഴ്വഴക്കമാണ്. അങ്ങ് മുതിർന്ന അംഗം റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഞാൻ വായിക്കാം. ബഹുമാനപ്പെട്ട അംഗത്തിന് അനുവദിക്കാം. അദ്ദേഹം ഇരിക്കും പ്ലീസ്. 285 റൂൾ 285 ഒരാൾക്കെതിരെയുള്ള ആരോപണം സംബന്ധിച്ച നടപടിക്രമം. അതിൽ സെക്കൻഡ് പാര, അങ്ങനെയുള്ള ആരോപണം സഭയുടെ അന്തസ്സിന് ഹാനികരമാണോ, അങ്ങനെയുള്ള ആരോപണം കൊണ്ടുവരുന്നത് കൊണ്ട് യാതൊരു പൊതു താല്പര്യവും നിറവേറ്റുന്നില്ലെന്നും സ്പീക്കർക്ക് അഭിപ്രായമുണ്ടെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ആരോപണം കൊണ്ടുവരുന്ന ഏതൊരു അംഗത്തെയും ഏത് സമയത്തും സ്പീക്കർക്ക് തടയാവുന്നതാണ്. അദ്ദേഹം എഴുതി തന്ന ഭാഗങ്ങളിൽ ഒന്നും തന്നെ അത്തരമൊരു രേഖയില്ല. ഒരു ഫോട്ടോസ്റ്റാറ്റ് കടലാസ് കൊണ്ടുവന്ന് ഈ സഭയുടെ സാങ്ക്ടിറ്റി കളയാൻ ചെയർ തയ്യാറല്ല. ഇഫ് യു ക്യാൻ സ്പീക്ക്. യെസ്.